ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുവിന്റെ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 27 അധ്യായം 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം മനുഷ്യനെ ഛേദിച്ച് അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? ദൈവം മനുഷ്യന് വേണ്ടിയല്ല നരകം സൃഷ്ടിച്ചത്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. എന്നാൽ ഭക്തികെട്ട ജീവിതം നയിക്കുന്ന വഷളൻ മരണാനന്തരം നരകത്തിന് പാത്രീഭവിക്കണം. പാപിയായ മനുഷ്യൻ്റെ ദുരവസ്ഥ നോക്കൂ, എത്ര ഭയാനകമാണ്! ഈ ദുരവസ്ഥയിൽ നിന്നും മനുഷ്യൻ രക്ഷിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ്റെ പ്രാണൻ ദൈവത്തിൻ്റേതാണ്. മരണശേഷം മനുഷ്യൻ്റെ ജീവൻ എവിടെയാകും എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ദൈവമില്ലാത്തവൻ മരണത്തിൻ്റെ മുമ്പിൽ നിരാശയിലാണ്. പക്ഷേ ക്രിസ്തുവിലുള്ളവൻ പ്രത്യാശയോടെ ജീവിക്കുന്നു. ക്രിസ്തുവിലുള്ള പ്രത്യാശ നിത്യമായിരിക്കുന്ന പ്രത്യാശയാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമയും നിത്യജീവിതവും ലഭിക്കുന്നു. യോബ് ചോദിച്ച ചോദ്യം ഇന്നും നമ്മോട് ബാധകമാണ്. ദൈവമില്ലാതെ മനുഷ്യന് എന്തു പ്രത്യാശ? യേശുക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ, രക്ഷ, നിത്യമായിരിക്കുന്ന ജീവിതം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.